ഹലോ, ഒരു സിമ്പിൾ ചനാ പുലാവിൻ്റെ റെസിപ്പിയാട്ടോ. അപ്പോൾ അതിനായിട്ട് തലേദിവസം തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന കടല ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കുക. പിന്നെ അരി കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്ത് ഒരു കടായി ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരിയും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കുമ്പോഴേക്കും സിമ്പിൾ ചനാ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.